ഇപ്രാവശ്യത്തെ ഇന്റർനാഷണൽ വൈൽഡ് ഫോട്ടോഗ്രാഫർക്കുള്ള അവാർഡ് എങ്ങനെയെങ്കിലും ഞാൻ മേടിച്ചെടുക്കും. അതിന് പുലിയുടെ അണ്ണാക്കി കയറി ഇന്ന് ഫോട്ടോ എടുത്തിട്ടാണെങ്കിൽ ഞാൻ മേടിക്കും. ഹലോ എടാ, അവിടെ എന്തായി? എന്തോ ആവാനാണ്? 2 ദിവസമായി ഞാൻ ഈ കാട്ടി വന്നിട്ട് ഇതുവരെ എനിക്ക് നല്ലൊരു ഫോട്ടോ കിട്ടിയില്ല. എടാ, നിന്നോട് ഞാൻ പറഞ്ഞ ഐഡിയ നിനക്ക് ഉപയോഗിച്ചൂടായിരുന്നോ? നീ പറഞ്ഞ ഐഡിയ ഞാൻ കഴിഞ്ഞ തവണ ഉപയോഗിച്ചതല്ലേടാ. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ കരടിയുടെ വേഷം ഇട്ടിട്ടല്ലേ വന്നത്. എന്നിട്ട് കൂട്ടിക്കരടിയാന്നും പറഞ്ഞ് കരടികൾ എന്നെ എടുത്തോണ്ട് അതിനെ കൂട്ടിക്കൊണ്ടിട്ട് അങ്ങനെ 3 ദിവസം മൂത്രം പോലും അടിക്കാതെ ഞാൻ കരടിക്കൂട്ടി കിടന്ന് തേനും കുടിച്ചോണ്ട്. ഞാൻ വരത്തൊന്നുമില്ല, ഞാൻ ലക്ഷ്യബോധമുള്ളവനാണ്. അവാർഡ് മേടിച്ചിട്ടേ ഞാൻ ഇനി അങ്ങോട്ട് വരത്തുള്ളൂ. എടാ വച്ചേരൊരു മരമണ്ടൻ മരമണ്ടനായിപ്പോ. ശരി ശരി ശരി. അയ്യോ എന്റെ പൊന്നു മരയണ്ണാനെ, എനിക്കൊരു പോസ് താ, ഞാനൊരു ഫോട്ടോ എടുത്തോട്ട്. ഇല്ല എന്താ നിങ്ങൾ ഈ കിടന്ന് കാട്ടി കിടന്ന് കബഡി കളിക്കുന്നേ? മിണ്ടാതിരിയടാ, താണ്ട് അവിടെ ഒരു കാട്ടുപുലി. അത് കാട്ടുപുലിയൊന്നുമല്ല, ഏതാണ്ട് വള്ളിപ്പൂച്ചയും കണ്ട. അതും പോയി. അതെങ്ങനെ പോയി? നീ പിന്നെ എങ്ങനെ കിടന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ അത് പോവത്തില്ലേടാ? ഞാൻ പറഞ്ഞ അച്ചായൻ പോലും കേട്ടില്ല, എന്നിട്ട് ആ വള്ളിപ്പൂച്ച കേൾക്കുന്നത്. ഇപ്പൊ എന്റെ അച്ചായ പുളു അടിക്കാതെ പോവും. പുളു അടിക്കാനാ? അപ്പക്കാട്ടിൽ പാപ്പി പുളു അടിക്കാനാ? പോടാ. എന്റെ അച്ചായ, എന്റെ കുറെ നാളത്തെ സംശയം, ഈ അപ്പക്കാട്ടിൽ പേരെങ്ങനെ കിട്ടിയത്? എടാ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കഥയാ. അതായത് എന്റെ അച്ഛൻ കാട്ടില് വേട്ടയ്ക്ക് പോകുമ്പോ ഈ നാട്ടുകാര് വന്ന് വീട്ടിൽ ചോദിക്കും, അപ്പനെവിടെ അപ്പനെവിടെ? അന്നേരം ഞങ്ങളുടെ അമ്മച്ചി പറയും, അപ്പക്കാട്ടിലാ അപ്പം കാട്ടിലാ. അങ്ങനെയാണ് അപ്പക്കാട്ടിൽ എന്നുള്ള പേര് കിട്ടിയത്. ആ വള്ളിപ്പൂച്ചാൻ അങ്ങ് നിർത്തിയാൽ മതിയായിരുന്നു, വെറുതെ ഒരു പുളുകഥ കേട്ട്. അച്ചായ, അച്ഛന്റെ പുലിനകം ഉണ്ടോ? കാലിന് കുറച്ചുണ്ടടാ. എത്ര മരുന്നൊക്കെ ഇട്ടിട്ട് അത് അങ്ങോട്ട് പോകുന്നില്ല. എന്താന്ന്? കുഴിനകം. നിങ്ങളുടെ കാലം കുഴിനകം ഉണ്ടോന്നല്ല ഞാൻ ചോദിച്ചാ, പുലിനകം ഉണ്ടോന്ന്. ഞാൻ സമാധാനത്തോടെ ജീവിക്കണോണ്ട് നിനക്ക് സൈക്കിളിലല്ലേടാ അതൊക്കെ വെച്ചോണ്ടെന്നാ അവരുടെ അവസ്ഥ നിനക്ക് അറിയാല്ലേ? അറിയാം. അച്ചായ, നമ്മളിപ്പോ ഒരു ആനയുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആനയുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യണ്ട, അത് തന്നെ ചെയ്തിട്ടങ്ങ് പൊക്കോളും. അച്ചായ, അച്ചായൻ എപ്പോഴും പറയത്തില്ലേ അച്ചായനെ അച്ചായന്റെ ബന്ധുക്കളെ ഒറ്റക്കാക്കിയെന്ന്? അത് എന്തുകൊണ്ടാണെന്നറിയാവോ? എന്തുകൊണ്ടാ? ഇമ്മാരി സാധനം വലിയ വായിന്ന് വരുന്നത്, പിന്നെ എങ്ങനെ ഒറ്റക്കാക്കിട്ട് പോകും? പിന്നെ ഇമ്മാരി സാധനം അടിച്ചാൽ ഞാൻ വീട്ടിലങ്ങ് പോകും. ഉണ്ടായില്ലടാ, താണ്ട് അവിടെ ഒരു മാൻ നിൽക്കണം. ഇന്ന് ഞാൻ ആ മാനിനെ വെടി വച്ചിട്ടേ അടങ്ങൂ. നിന്നിട്ട് കാണുന്നില്ല, എന്നിട്ട് അതിനെ കിടന്നോണ്ട് വെടി വെക്കാൻ പോകുന്നു. അവിടെ. അയ്യോ എടാ, ആ മാൻ നിന്ന സ്ഥലത്തെ ആ മാനിനെ മറച്ചോണ്ട് ഒരു ആന വന്നിരിക്കണടാ. അത് ആനയൊന്നുമല്ല, ഏതാണ്ട് പാറ. നീ ഒരു കാര്യം ചെയ്യ, നീ ഇവിടെ നിൽക്ക്, ഞാന് ആ കാട്ടിൽ ഇപ്പൊ ഒന്ന് പോയിട്ട് വരാം. കാട്ടിൽ പോകുന്നൊക്കെ കൊള്ളാം, വെള്ളം ഉണ്ടോന്ന് നോക്കണം. ഞാനാണോടാ പോണേ? ഞാൻ മ്ലാവിനൊന്ന് വെടിവെച്ചിട്ട് വരാന്ന്. അല്ല, പോന്നതിനും വരുന്നു. പക്ഷേ ഒരു ഫോട്ടോ എടുത്തോട്ടെ. എന്തിനടാ? വന്നിട്ട് എടുത്താ പോരെ? വരുവോന്ന് വല്ല ഉറപ്പുണ്ടോ? ജംഗ്ഷനിൽ ഫ്ലെക്സ് വെക്കാനാ. വീട്ടിൽ ചെന്നിട്ട് ഏലിയാമ്മയോട് പറ മ്ലാവിന്റെ കറി വെക്കാനുള്ള വിറകിടാൻ. എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിലോട്ട് പോകാനുള്ള വഴിയൊന്നും അറിയത്തില്ല. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് അങ്ങ് പോയാ. ഗൂഗിൾ മാപ്പ്? എന്റെ അച്ചായ, കഴിഞ്ഞ ദിവസം നമ്മൾ 2 രൂപ വേട്ടയ്ക്ക് വന്നേ. ഞാനാണെ ഗൂഗിളിനകത്ത് ഫോറസ്റ്റ് അടിച്ച് വീട്ടിലോട്ട് പോകാൻ, അത് മാറി ഫോറസ്റ്റ് എലിഫന്റ് എന്നായി. ചെന്ന് കയറി കൊടുത്ത ആനക്കൂട്ടങ്ങളുടെ ഇടയ്ക്ക് അവിടുന്ന് ഊരിപ്പെടാൻ വിട്ട പാടേ. എന്നാ പിന്നെ മര്യാദക്ക് മിണ്ടാതെ നിക്കണം. ഈ കിളികളൊക്കെ ഭയങ്കര ശല്യം തന്നെ അല്ലേടാ? നമുക്കങ്ങ് വെടിവെച്ച് കൊന്നാലേ? വയ്യടാ ഇറക്കാൻ നിനക്ക്? സെന്റിമെന്റ്സാ? വേട്ടക്കാർക്ക് സെന്റിമെന്റ്സ് പാടില്ല. സെന്റിമെന്റ്സ് ഒന്നും കൊണ്ടല്ല, വെറുതെ എന്തിനാ ഒരു ഉണ്ട വേസ്റ്റ് ആക്കുന്നത്? പിടി, ഈ തോക്കിന്റെ പത്തി വെച്ച് എന്നെ അടി. എന്തിനാ? നിന്നെ പോലെ ഒരു മണ്ട പോയ തെങ്ങിനെ എന്റെ കൂടെ കൂട്ടിയതിന്. ഞാൻ ഇതുപോലെ മണ്ടത്തരൊന്നും പറഞ്ഞില്ല. അച്ഛൻ ഈ തോക്ക് പിടിച്ചേ. പക്ഷെ ഒരു കാര്യം, അച്ഛൻ എന്തോ കിട്ടുന്ന അതിന്റെ പകുതി എനിക്ക് തരണം. അതൊക്കെ തരാടാ. തരുമല്ല? ഉണ്ടല്ലോ കേട്ടോ, താണ്ട അവിടെ ഒരു മ്ലാവ് നിൽക്കണം. ഇന്ന് ഞാൻ എന്നെ വെടി വെച്ചിട്ട് അയ്യോ താണ്ട അങ്ങോട്ട് പോണം, അങ്ങോട്ട് പോവില്ലേ? പിന്നല്ല, ഈ അപ്പക്കാട്ടി പാപ്പിനടുത്താണ് കളി. പോയെടുത്തിട്ട് വേടാ. ശരി അച്ഛായ. ഞാൻ വെടി വയ്ക്കൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടി വച്ചിരിക്കും. ഡൈനോസറിനെ വരെ വെടിവെച്ച് വീഴ്ത്തിയ ആൾക്കാരാണ് നമ്മുടെ ഫാമിലി. ഇന്ന് ഞാൻ അവന് പകുതി കൊടുക്കണോന്ന്, ഒരു തുള്ളിയിലും കൊടുക്കൂലേ. ഞാനും എന്റെ ഏലിയമ്മയെ കൂടെ മൊത്തം അങ്ങ് എടുക്കും. അയ്യോ 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 അയ്യോ
മ്ലാവിനെ വെടിവെച്ചില്ലേ അത് മാറി ഒരു മാനിനാ കൊണ്ടത്. ആ മാനാണ് എന്റെ തോളത്ത് കിടക്കുന്നത്. അയ്യോ അയ്യോ ചായ നമ്മളൊരു കൊലക്കേസി അകത്ത് കിടക്കുമല്ലോ. എടാ അവന് ബോധം ഉണ്ടാ, നീ നോക്ക്. എന്തിനാ ചായ? ഇല്ലെങ്കിൽ നമുക്കങ്ങ് മുങ്ങാം. ബോധമുണ്ടേ. അയ്യോ എന്തിനാടാ ഞെക്കി നോക്കുന്ന, പഴുത്തോന്നറിയാനാണ്. അല്ല ഉണ്ട എവിടാ നോക്കിയതാ. നീ എന്നെ പിടിയടാ മക്കളെ. അപ്പച്ചന്റെ പ്രായമല്ലേ എനിക്ക്. അപ്പച്ചൻ പറയണതൊക്കെ മക്കള് കേൾക്കൂലേ? ലോകത്തുള്ള എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ട്. അതുകൊണ്ട് മക്കൾ തൽക്കാലം ഇവിടെ ഇരി. അയ്യോ എന്താ കിട്ടിയടാ? അച്ഛന്റെ വെടി പോയില്ലേ? ആ ഉണ്ട എവിടാന്ന് എനിക്ക് കിട്ടി. എവിടെടാ? അച്ഛൻ വെടി വെച്ച അവന്റെ മൂട്ടിലാ. ഇതിനാണോടാ നീ ഇത്രയ്ക്ക് സന്തോഷിച്ചത്? ഒരു ഉണ്ട കിട്ടിയതല്ലേ അതിനുള്ള സന്തോഷം. അയ്യോ ഇനി ഞാൻ അത് എങ്ങനെ ഒന്ന് ഊരി എടുക്കും? അച്ഛായ നമുക്ക് പിന്നെ തലതിരിച്ചെടുത്തിട്ട് കുളിക്കാലോ. തലതിരിച്ച് നിർത്തിയിട്ട് കുലിക്ക് നോക്ക. ഇത് വല്ല വഞ്ചി കൊടുക്കയാണോടാ? എടാ ചെറുക്ക, നിനക്ക് എന്നാത്തിന്റെ കേടായിരുന്നു? കണ്ട പൂച്ചേരെ കയറി ഇരിക്കാൻ. പിന്നെ ഞാൻ വൈൽഡ് ഫോട്ടോഗ്രാഫറാ, ഫോട്ടോ എടുക്കാൻ വന്നതാ. ആരുടെ? മൃഗങ്ങളുടെ. എടാ നീ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് എവിടെയെങ്കിലും പോയി ഒരു പാളയത്തോടെ പഴം എടുത്തോണ്ട് അവന് കൊടുറാ. പഴം തിന്നിറക്കിയിട്ട് അത് വെളിയെടുക്കാന് അവൻ മുണ്ട വിഴിഞ്ഞേക്കുവല്ല. അച്ഛൻ എന്റെ മൂട്ടി അടിച്ച് കയറ്റേക്കുവാ. അതെ എങ്ങനുണ്ട്? കുറവുണ്ടോ? അയ്യോ അയ്യോ അതെ ഇപ്പൊ എന്ത് തോന്നുന്നു? ഏടന്റെ ഒരു റാപ്പ് കേൾക്കാൻ തോന്നുന്നു. അച്ഛായ നമ്മൾ സക്സസ് ആയി. എന്താ പുള്ളിക്കാരന് ഇപ്പൊ സന്തോഷമുള്ള മൂടില്ല. എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. അയ്യോ അത്രയ്ക്ക് വേദന ഒന്നും കാണത്തില്ല. ഒരു ചെറിയ മുള്ളു കുത്തുന്ന വേദനയല്ലേ മക്കളെ കാണത്തുള്ളൂ. പിന്നെ മോനൊരു കാര്യം ചെയ്യ്, ആ തോക്കെടുത്ത് സ്വന്തമായിട്ടൊന്ന് വെടി വെച്ച് നോക്കാം. അപ്പൊ മനസ്സിലാവും എത്ര വേദനയാണെന്ന്. അയ്യോ പച്ചറച്ചി മണ്ണ് വീണാ തുന്നി കൂട്ടാൻ പറ്റില്ല. കൊച്ചി കറിയെ കട്ടിയ പിന്നെ തപ്പിയ പോലും കിട്ടില്ല. മഷിയിട്ട നോക്ക പോലെ കിറുക്കന്മാർക്ക് കിട്ടില്ല. അമ്മതിൽ നിന്നൊരു കുളത്തിൽ എനിക്ക് പറഞ്ഞു പിടിക്കാൻ പറ്റില്ല. തുന്നി കൂട്ടാൻ പറ്റില്ല. കൊച്ചി കറിയെ കട്ടിയ പിന്നെ തപ്പിയ പോലും കിട്ടില്ല. മഷിയിട്ട നോക്ക പോലെ കിറുക്കന്മാർക്ക് കിട്ടില്ല. മുതൽ നിന്നൊരു കുളത്തിൽ എനിക്ക് പറഞ്ഞു പിടിക്കാൻ പറ്റില്ല. എന്റെ ബാക്കി കൊണ്ട് ഉണ്ട യവന്റെ അണ്ണാക്കിലോട്ട് വെടിവെച്ചുകൂടായിരുന്നോ തനിക്ക്? പിന്നെ കേക്കേണ്ടി വരത്തില്ലായിരുന്നല്ലോ. നീ ഇത് എന്തോ കാണിക്കാ? ഒരുത്തൻ ചാവാൻ കിടക്കുമ്പോഴാണ് അവന്റെ. അല്ല ചായ പുള്ളിക്കാരൻ പറഞ്ഞിട്ടല്ലേ ഞാനത് ചെയ്തത്. ഇത് നോക്ക്, ചോര ഒലിക്കണത് നോക്ക്. കണ്ടോ? ഇതെങ്ങനെയെങ്കിലും ഒന്ന് നിർത്തി തരുമോ? നമുക്കൊരു കമ്പ് കുത്തി കയറ്റിയാലോ? കമ്പൂത്തി കയറ്റിയത് പൊട്ടിയ പൈപ്പലടാ പട്ടി. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ, എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. അയ്യോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റൂലേട്ടാ, ലൈസൻസ് ഇല്ല. എടോ മൂക്കിന് താഴെ ഡമ്പല് വെച്ചവനെ, തനിക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ ഇപ്പൊ എന്താണോ മുതുവണ്ണേ? ഈ കുറ്റിത്തങ്ങിന് എന്നെ ഇത്തിരി ഡൈവ് ചെയ്ത് കൊണ്ടുപോക്കൂലേ? അയ്യോ ആ ലൈസൻസ് അല്ല, പിന്നെ ഈ തോക്കിന് ലൈസൻസ് ഇല്ല. എന്റെ ഉണ്ട മാറി എന്റെ ബാക്കി കൊണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് വച്ചവന് ലൈസൻസ് ഉണ്ടാവത്തില്ലെന്ന്. എന്ത് ചെയ്യും ഞാൻ? എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾ ഉണ്ട തിന്നും. എനിക്ക് വിശപ്പില്ല, നിനക്ക് വേണോടാ? എനിക്ക് അതല്ലെന്ന്, പിന്നെ ജയിലിൽ പോയി ഉണ്ട തിന്നേണ്ടി വരുമെന്ന്. എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ പട്ടാളത്തിനെ ആരെ വേണമെങ്കിലും വിളി. ജോണിക്കുട്ടാ, നീ അവനെ എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോടാ. എന്നിട്ട് നീ നേരെ എന്റെ ഏരിയ അമ്മേരടുത്ത് പറയണം അവളുടെ അച്ചായൻ കാട് കയറിയെന്ന്. എടാ ലൈസൻസ് ഇല്ലാത്ത തോക്കി വെടിവെച്ച ജാമ്യം കിട്ടാത്ത കേസാണ്. ഞാനിത് തുടരും. അയ്യോ